കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ നല്ല മൂത്ത് പഴുത്തിട്ടുള്ള ഒരു മത്തന് കിട്ടുന്നത്. അപ്പോൾ ഇത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ ആ ഒരു പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു നാടൻ പലഹാരം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആ ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു മത്തൻ്റെ പകുതിയാണ് എടുക്കുന്നത്. പകുതി എടുത്തിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇതാ മമ്പയർ, ഞാനൊരു അരക്കപ്പോളം മമ്പയർ കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. ചിലർക്ക് കൂടുതൽ മമ്പയർ വേണ്ടി വരും, അങ്ങനെയുള്ളവർക്ക് കൂടുതൽ മമ്പയർ എടുക്കാം. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അരക്കപ്പ് മമ്പയർ എന്തായാലും ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതാ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ. ഇത് കുതിർത്തെടുത്തിട്ടുള്ള മമ്പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനിയിപ്പോൾ കുതിർക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ഒരു 3/4 കപ്പൊക്കെ വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു അരക്കപ്പ് വെള്ളം തന്നെ മതി ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ മതി. ഈ ഒരു മമ്പയറിൽ ഒന്ന് പിടിക്കാനുള്ള ഉപ്പ് അത്രയും തന്നെ മതി. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ മതി കേട്ടോ. 2 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ശർക്കര പാനി അവിടെ വേറെ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയേ ഉള്ളൂ മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അതുപോലെ നമ്മൾ മത്തൻ്റെ മധുരം മത്തൻ നല്ല മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശർക്കര എടുത്താൽ മതി. അപ്പോൾ അതോടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മത്തന് മുറിച്ചെടുത്തത് വെന്ത് വന്നിട്ടുള്ള മമ്പയറിലേക്ക് ചേർത്ത് കൊടുക്കാം. മമ്പയറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരു 2 വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മമ്പയർ വേവിച്ചെടുത്തതിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട്, കറക്റ്റ് വെള്ളം തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നാൽ മതി കേട്ടോ. 2 വിസിൽ വന്നാൽ മത്തന് ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഒരു തടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ തവി വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മത്തനൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരവിയതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം ചില മത്തന് നല്ല മധുരം ഉണ്ടാവും, ചില മത്തന് മധുരം കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാനൊരു കറക്റ്റ് അളവ് പറയാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മത്തനനുസരിച്ചിട്ടുള്ളത് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് നമുക്ക് മത്തനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ ഒരു പൊടി ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഇതുപോലെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടി ചേർത്ത് കൊടുത്തത് കാരണം കുറുകി വരുമ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ. ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ഒന്ന് തിളച്ച് വന്നാൽ ഈ ഒരു പൊടി നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് പരുവത്തിലും കിട്ടും കേട്ടോ. കുറച്ചൊരു തിക്കായിട്ടുള്ള ആ ഒരു പരുവത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചക്കര മത്തൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല മൂത്ത് പഴുത്തിട്ടുള്ള മത്തനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള മക്കൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും വല്ലാതെ അറിയണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്